നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക മാതൃക എന്ന മട്ടിൽ പിണറായി വിജയൻ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനുള്ള നിയമോപദേശം തേടിയതായി സൂചന. ചെയർമാനെയും അംഗങ്ങളെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നതാണ് അവസ്ഥ. സഖാക്കളെയും സഖാത്തികളെയും അവരുടെ ബന്ധുക്കളെയും സംസ്ഥാനത്തെ മേനിയുള്ള ഉന്നത തസ്തികകളിൽ പ്രതിഷ്ഠിക്കാൻ പിണറായി സർക്കാർ നടത്തിയ ഹീനമായ ശ്രമങ്ങൾ വലിച്ചു പുറത്തിട്ട് ഉത്തരവാദികളെ അകത്താക്കാനുള്ള ശ്രമമാണ് പിണറായി നടത്തുന്നത്. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന PSCയിലേക്ക് പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചതിലൂടെ കർശന നടപടിയിലേക്കാണ് സർക്കാർ കടന്നിരിക്കുന്നത്. ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം IG അജിത ബീഗത്തിന് കൈമാറിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ടീമിനെ നൽകുമെന്നും ഉറപ്പാക്കി. SP, DYSP റാങ്കിലുള്ള 2 പേർ കൂടി ടീമിന്റെ ഭാഗമാകും. ടീമിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. PSCക്ക് ഭരണഘടനാ സംരക്ഷണം നൽകാനുള്ള എല്ലാ പ്രത്യേക നിയമങ്ങളും സർക്കാർ എടുത്തു കളഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയ മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയും അന്വേഷണത്തിന്റെ പല സാധ്യതകളും പരിശോധിച്ചിരുന്നു. വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ഒരു ഘട്ടത്തിൽ ആലോചിച്ചെങ്കിലും PSC, ജുഡീഷ്യറി, നിയമസഭ എന്നിവയിൽ അന്വേഷണം നടത്തുന്നതിൽ വിജിലൻസിനുള്ള നിയന്ത്രണം സർക്കാർ കണക്കിലെടുത്തു. 3 ഇടങ്ങളിലും അന്വേഷിക്കാനുള്ള അധികാരത്തിൽ വ്യക്തത വരുത്തി വിജിലൻസ് ചട്ടം ഇന്നലെ ഭേദഗതി ചെയ്തെങ്കിലും ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഉചിതമെന്ന് ആത്യന്തികമായി വിലയിരുത്തി. ഇക്കാര്യം മന്ത്രിസഭയിൽ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി PSCയുടെ കാര്യത്തിൽ സർക്കാർ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണെന്നും അറിയിച്ചു. മന്ത്രിസഭ ഒന്നടങ്കം മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പിന്തുണ പ്രഖ്യാപിച്ചു. PSC ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും അതിന്റെ സംരക്ഷണം കേസന്വേഷണത്തിൽ ലഭിക്കില്ല. അന്വേഷണത്തിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിന് മേൽ നിയന്ത്രണമുണ്ടാവില്ല. മറ്റേതൊരു കേസ് പോലെയാവും ഇവിടെയുള്ള അന്വേഷണം. ആസൂത്രണ ബോർഡിലേതടക്കം ക്രമക്കേടുകൾ നടന്ന പരീക്ഷകളിലെ പരാതിക്കാരുമായി സംസാരിച്ചായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിക്കുക. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ PSC അധികൃതരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാം. PSCയിൽ പരിശോധന നടത്തി രേഖകൾ അടക്കം പിടിച്ചെടുക്കാനും അധികാരമുണ്ട്. അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം ബോർഡിന്റെ അവസ്ഥയിലെത്തി നിൽക്കുകയാണ് PSC. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം പുതിയ തലമുറയായതിനാൽ PSCക്കെതിരെ താൻ നടത്തുന്ന എല്ലാ നടപടികൾക്കും യുവജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. ക്രമക്കേട് തെളിഞ്ഞാൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കി അറസ്റ്റിലേക്ക് വരെ നീങ്ങാം. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതോടെ നിലവിൽ PSCയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന പരിശോധന അപ്രസക്തമാകും. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് കൈമാറും. PSCയിലെ ക്രമക്കേട് ആരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുന്നത് ആദ്യമാണ്. ആസൂത്രണ ബോർഡ് പരീക്ഷ ക്രമക്കേടിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ 2023 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച 642 കാറ്റഗറികളിലെ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാൻ PSC ഉത്തരവിട്ടു. തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമമെന്ന ആരോപണം ശക്തമായി. ഇതിനും പിടി വീണു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിൽ ഒരു രേഖയും നശിപ്പിക്കാൻ പാടില്ലെന്ന വ്യക്തമായ സന്ദേശം അന്വേഷണ സംഘം PSC സെക്രട്ടറിക്ക് നൽകി കഴിഞ്ഞു. ഇന്ത്യയിൽ ആകെ PSC നിയമനങ്ങളുടെ 60% നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. 2025 മാത്രം PSC വഴി സർക്കാർ 36,813 നിയമനങ്ങൾ നടത്തി. തുടർച്ചയായി 3-ാം വർഷം 30,000-ത്തിലധികം പേർക്ക് സർക്കാർ ജോലി നൽകാൻ സാധിച്ചു. 2016 മെയ് മുതൽ 2025 ഒക്ടോബർ 31 വരെ PSC മുഖേന ആകെ 3,773 നിയമനങ്ങളാണ് നടന്നത്. ഇത് ചരിത്രമാണ്. സംസ്ഥാനത്ത് 30,000-ത്തോളം പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കി. യുവതലമുറയ്ക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും കഴിയുന്ന ഒരു നവയുഗം വിരിയുകയാണ് കേരളത്തിൽ. ഭരണത്തിന്റെ 3-ാം വർഷം ഇടതുമുന്നണി നടത്തിയ അവകാശവാദ പരസ്യങ്ങളിൽ ഒന്നാണ് ഇത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റ് ഐക്യജനാധിപത്യ മുന്നണി അധികാരമേറ്റതിൽ പിന്നെ PSCയെ കുറിച്ച് സർക്കാരിന്റെ മുന്നിൽ കുമിഞ്ഞുകൂടുന്ന പരാതികൾ നിരവധിയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ CPMന് മാത്രം സർവീസ് നടത്തുന്ന കമ്മീഷനായി മാറിയെന്നാണ് ആരോപണങ്ങൾ തെളിയിക്കുന്നത്. PSC ഇത്തരത്തിൽ കച്ചവടം അടിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിശ്വാസ്യതയിലും സുതാര്യതയിലും നിഷ്പക്ഷ സമീപനത്തിലും ഉന്നത നിലവാരം പുലർത്തേണ്ട ഉന്നത ഭരണസ്ഥാപനമായ PSCയുടെ പരീക്ഷാ തട്ടിപ്പ്, റാങ്ക് ലിസ്റ്റ്, നിയമന രീതി എല്ലാം അടിമുടി ആക്ഷേപങ്ങൾക്ക് വിധേയമായിരിക്കുകയാണിപ്പോൾ. പരാതികളിൽ ആഭ്യന്തര അന്വേഷണത്തിന് PSC മുതിർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നിയുക്തമായ കമ്മീഷൻ തങ്ങൾക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തേച്ചുമാച്ച് കളയാനാണ് ശ്രമിക്കുന്നത്. PSCയിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനുള്ള പാനലിനെ നിശ്ചയിക്കുന്നത് ചെയർമാനാണ്.
ഇടതുപക്ഷ സർവീസ് സംഘടനാ നേതാവായിരുന്ന ചെയർമാന്റെ പാനലിൽ വരുന്നവരെല്ലാം ആ അസോസിയേഷൻ നേതാക്കളോ അംഗങ്ങളാണ്. ഇന്റർവ്യൂവിന് വിഷയ വിദഗ്ധരായി പോകുന്നതും അവർ തന്നെ. പാനൽ തയ്യാറാക്കുന്ന ചോദ്യങ്ങളിലേതൊക്കെ അംഗീകരിക്കപ്പെട്ടു എന്ന് അംഗങ്ങൾക്ക് അറിവില്ലാതിരിക്കണമെന്നതാണ് വ്യവസ്ഥ. എന്നാൽ ഇപ്പോൾ പ്രതിഫലം അനാകർഷകമാണെന്ന് പറഞ്ഞ് പലരും പിൻവാങ്ങുന്നതിനാൽ ഒടുവിൽ ഒരാളുടെ ചോദ്യപട്ടിക അതേപടി അംഗീകരിക്കുകയാണെന്നാണ് ആക്ഷേപം. ചെയർമാന്റെ സുഹൃത്തുക്കൾ തയ്യാറാക്കുന്ന ചോദ്യവലിക്ക് എന്ത് രഹസ്യ സ്വഭാവമാണുള്ളത്? ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ വരെ നടന്ന പരീക്ഷകളുടെ പരിശുദ്ധി ഇതിനകം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിൽ കുറച്ചു മുമ്പ് നടന്ന പരീക്ഷയിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയതും അഭിമുഖത്തിന് വന്നതുമൊക്കെ ഒരു സർവകലാശാലയിലെ അധ്യാപകർ. അവർ സ്വന്തക്കാർക്ക് പരീക്ഷാ പരിശീലനവും മോക്ക് ഇന്റർവ്യൂവും ഒക്കെ നടത്തി യോഗ്യരെ തയ്യാറാക്കി നിർത്തി. പരീക്ഷയും മറ്റ് അഭ്യാസങ്ങളും കഴിഞ്ഞ് നിയമന പട്ടിക വന്നപ്പോൾ മുകളിലുള്ള 35-ലേറെ പേർ ഒരേ സർവകലാശാലയിൽ പഠിച്ചിറങ്ങിയ ഒരേ പാർട്ടിക്കാർ. അസ്വാഭാവികത തോന്നി അന്വേഷണം വേണമെന്ന് ഫിഷറീസ് ഡയറക്ടർ തന്നെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഒന്നും നടന്നില്ല. ആക്ഷേപാർഹമായ രീതിയിൽ നിയമനം നേടിയവരുടെ പ്രൊബേഷൻ പിടിച്ചുവെച്ച മേലുദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ഈ മേലുദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോഴത്തെ സർക്കാരിന് വിവരങ്ങൾ കൈമാറിയതെന്ന് കരുതാം. PSCയിൽ മറ്റ് ജോലികളിലുള്ളവരെ താൽക്കാലികമായി പ്രിസം പാനലിൽ ഭാഗിക ജോലിക്കാരായി എടുക്കും. കാഷ്വൽ ജോലിക്കായി PSC തന്നെ കാണുന്ന ഈ തൊഴിൽ വിഭാഗത്തിലുള്ളവർ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനത്തിനു ഈ പരിചയം കാണിച്ച് അപേക്ഷിച്ചപ്പോൾ തള്ളിപ്പോയി. എന്നാൽ സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾക്കായി നിയമിക്കപ്പെട്ട സ്വന്തക്കാർ വഴിയാധാരമാകുമെന്ന് കണ്ട് പാർട്ടി ഇടപെട്ടു. അതോടെ അസാധാരണ വേഗത്തിൽ തിരുത്തിയ പുതിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് PSC ഓഫീസിലെത്തിച്ച് അവർ റാങ്ക് പട്ടികയിൽ കയറിക്കൂടി. സാധാരണഗതിയിൽ തിരുത്തിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവരെ ആജീവനാന്തം വിലക്കുന്ന PSC ആണ് ഇത് ചെയ്തതെന്ന് ഓർക്കണം. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതി PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടി. പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടെടുത്തത് കേരള സർവകലാശാലയുടെ എഴുതാത്ത ഒരു പിടി ഉത്തരക്കടലാസുകളാണ്. 2020 നടന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയെക്കുറിച്ചും കാര്യമായ പരാതി വന്നു. 4.5 ലക്ഷം പേർ എഴുതിയ OMR രീതിയിലുള്ള പ്രാഥമിക പരീക്ഷയിലെ 12,000 ഉത്തരക്കടലാസുകൾ മെഷീൻ സ്വീകരിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് 21 PSC ഉദ്യോഗസ്ഥരെ കൊണ്ട് മാനുവലായി മൂല്യനിർണ്ണയം നടത്തി. ഇതിന്റെ ഫലവും പറയേണ്ടതില്ല. പരീക്ഷാ ക്രമക്കേടുകളിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കണമെന്ന PSC യോഗ തീരുമാനത്തിനൊടുവിൽ ചെയർമാൻ വഴങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒഴിവുകൾ നികത്താതെ റാങ്ക് പട്ടിക നിലവിലിരിക്കെ താൽക്കാലിക നിയമനം വഴി PSC ഉദ്യോഗസ്ഥരുടെയും ബന്ധുക്കളുടെയും ഇടത് പാർട്ടി ബന്ധുക്കളെയും ഒക്കെ പിൻവാതിലൂടെ നിയമിച്ച് തുടർ ഭരണത്തിന്റെ ബലത്തിൽ PSCയെ പാർട്ടി സേവാ കമ്മീഷനാക്കി മാറ്റുകയാണ് LDF ചെയ്തതെന്ന ആക്ഷേപത്തിന് അതൊന്നും പരിഹാരമാവില്ല. പരീക്ഷ ജയിക്കാൻ ഊണും ഉറക്കവുമില്ലാതെ അർത്ഥവും ആയുസ്സും കളഞ്ഞ് അധ്വാനിക്കുന്ന 10,000ങ്ങളുടെ പ്രതീക്ഷകളെ ചവിട്ടി മെതിച്ചുള്ള PSCയുടെ ഈ പോക്കിന് കടിഞ്ഞാൻ വീഴും. വിശ്വാസ്യത തിരിച്ചു പിടിക്കും. PSC പരീക്ഷകൾക്ക് പുനർമൂല്യനിർണ്ണയത്തിന് വ്യവസ്ഥയില്ല. മാർക്കിൽ സംശയമുണ്ടായാൽ പുനഃപരിശോധന നടത്താം. OMR ഷീറ്റിൽ എല്ലാ ഉത്തരങ്ങൾക്കും മാർക്കിട്ടിട്ടുണ്ടോ അത് കൂട്ടിയിട്ടത് ശരിയാണോ എന്നാണ് പുനഃപരിശോധനയിൽ നോക്കുക. OMR പരീക്ഷകൾക്ക് മാത്രമേ പുനഃപരിശോധനയുള്ളൂ. 85 രൂപയാണ് ഫീസ്. മാർക്ക് പരിശോധിക്കാനുള്ള മറ്റൊരു മാർഗം ഉത്തരക്കടലാസിന്റെ പകർപ്പെടുക്കലാണ്. അതിന് 335 രൂപ ഫീസ് അടയ്ക്കണം. OMRനും വിവരണാത്മക പരീക്ഷയ്ക്കും ഉത്തരക്കടലാസിന്റെ പകർപ്പെടുക്കാം. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ ഇവയ്ക്ക് അപേക്ഷിക്കാനാവൂ. അതും 15 ദിവസത്തിനകം ഫീസ് അടച്ച് അപേക്ഷിക്കണം. പരീക്ഷ എഴുതിയവർ അവരുടെ പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. സ്വന്തം ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധനയ്ക്കും പകർപ്പിനും മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനാകൂ. അപേക്ഷിക്കുന്നതിന് മാത്രമേ സമയപരിധിയുള്ളൂ. അത് ലഭ്യമാക്കുന്നതിനുള്ള സമയപരിധി PSC നിശ്ചയിച്ചിട്ടില്ല. ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധനാ ഫലവും പകർപ്പും ലഭ്യമാകുന്നതിന് കൃത്യമായ സമയക്രമം നിശ്ചയിക്കണമെന്ന് കാലങ്ങളായി ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. ക്രമക്കേടുകൾ ഒരു പരിധിവരെ തടയാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. തുടക്കത്തിൽ തന്നെ പിഴവുകൾ തീർക്കാനുമാകും. മാർക്കുകൾ മറച്ചുവെച്ച് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചാലും 15 ദിവസത്തിനകം പുനഃപരിശോധനയ്ക്കും പകർപ്പിനും അപേക്ഷിക്കണമെന്ന വിചിത്രമായ രീതിയും PSCക്കുണ്ട്. സ്വന്തം ഉത്തരക്കടലാസിന് PSC നൽകിയ മാർക്ക് അറിയാതെയും പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കണം. എന്നാൽ കാലാവധി കഴിഞ്ഞ റാങ്ക് പട്ടിക ചരമമടഞ്ഞാലും പുനഃപരിശോധന ഫലം അറിയുകയോ ഉത്തരക്കടലാസിന്റെ പകർപ്പ് അയക്കുകയോ ചെയ്യില്ല.
സർവകലാശാലകളിൽ PRO നിയമനത്തിൽ ആദ്യമായാണ് PSC വിജ്ഞാപനം കാണിച്ചത്. ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും 3 വർഷത്തെ മാധ്യമ പ്രവർത്തന പരിചയവുമാണ് യോഗ്യത. PRDയിലെ കാഷ്വൽ ജോലിയെയും പ്രവൃത്തി പരിചയമാക്കിയാണ് വേണ്ടപ്പെട്ടവർക്ക് റാങ്ക് പട്ടികയിൽ PSC ഇടം നൽകിയത്. ഇതിന്റെ ചുരുക്കപ്പട്ടികയിൽ പേര് വന്നപ്പോൾ തന്നെ പാർട്ടി പത്രത്തിലുള്ളവർ ഓഫീസുകളിൽ ലഡു വിതരണവും ആഘോഷങ്ങളും ഒരുക്കിയിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഇവർക്കെല്ലാം അഭിമുഖത്തിൽ പരമാവധി മാർക്കും PSCയുടെ വകയായി ലഭിച്ചു. റാങ്ക് പട്ടികയിൽ ഇവർക്ക് മുന്നിലെത്താനുമായി. ഇവരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. 1 മാസമായപ്പോഴേക്കും 7 പേർക്ക് നിയമന ശുപാർശയും അയച്ചു. സംസ്ഥാനത്ത് ഇത്തവണയും ഭരണ തുടർച്ച പ്രതീക്ഷിച്ച PSCയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വെട്ടിലായി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രതിപക്ഷ സർവീസ് സംഘടനയിലായിരുന്ന ഇവരിൽ ചിലർ സമീപ നാളുകളിലാണ് ഇടത് സംഘടനകളിലേക്ക് നയം മാറ്റിയത്. PSC ഓഫീസുകളിലെ താൽക്കാലിക ജോലികളിൽ ബന്ധുക്കളെ നിയമിക്കുകയും PSC അംഗങ്ങളുടെ അടുപ്പക്കാരായി ഇനിയുള്ള 5 വർഷം വിലസുകയുമായിരുന്നു ലക്ഷ്യം. PSC സെക്രട്ടറി സ്ഥാനം കൊതിക്കുന്ന അഡീഷണൽ സെക്രട്ടറിമാരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ഭരണം മാറിയതോടെ ഇവരുടെ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു. ഇനി ഭരണപക്ഷത്തേക്ക് നയം മാറ്റാൻ ഒരുങ്ങുകയാണ് പലരും. ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും താൽക്കാലിക തസ്തികകൾക്ക് PSCയിൽ ഒരു പഞ്ഞവുമില്ല. കമ്മീഷൻ അംഗമാകുന്നവർക്ക് താൽക്കാലികമായി നിയമിക്കാനാകുന്ന തസ്തികകൾ മുതൽ ക്യാൻറ്റീൻ ജോലികൾ വരെയുണ്ട്. 6 മാസമാണ് താൽക്കാലിക നിയമനങ്ങൾക്കുള്ള കാലാവധിയെങ്കിലും കഴിഞ്ഞ 10 വർഷമായി ജോലി ചെയ്യുന്നവരാണ് കൂടുതലും. സർക്കാർ ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും PSC റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന കമ്മീഷൻ സ്വന്തം ഓഫീസുകളിൽ താൽക്കാലികക്കാരെ കണ്ണടച്ച് നിയമിക്കുകയാണ്. ഇവയൊന്നും അംഗീകൃത തസ്തികകളല്ലെന്നാണ് PSCയുടെ വാദമെങ്കിലും താൽക്കാലിക നിയമനങ്ങൾക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഉള്ളത് സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഏതായാലും ഇത്തരം കലാപരിപാടികൾക്കൊക്കെ കടിഞ്ഞാൻ വീഴാൻ പോവുകയാണ്. അജിത ബീഗത്തിന് മുന്നിൽ നിന്ന് PSC ചെയർമാൻ നിക്കറിൽ സാധിക്കാതിരുന്നാൽ ഭാഗ്യം.